ഹായ് എവരി വൺ. അപ്പോൾ ഇന്ന് മുതൽ നമ്മൾ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റിൻ്റെ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ആദ്യം നമ്മൾ ക്ലാസ് എടുക്കാൻ പോകുന്നത് SCRT, അതായത് സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റിന് വേണ്ട SCRT ക്ലാസ്സുകളാണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് നമ്മൾ സിവിക്സിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. SCRTയിൽ സിവിക്സിന് വേണ്ട ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റേഴ്സ് നമ്മൾ ഈ ക്ലാസ്സുകളിലൂടെ കംപ്ലീറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ക്ലാസ് കാണുന്നവർ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ക്ലാസ് 10ൻ്റെ SCRTയിലെ 3ാമത്തെ ചാപ്റ്ററാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ചാപ്റ്ററിൻ്റെ പേര് പൊതുഭരണം എന്നാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ ഏതൊക്കെ പോയിൻറ്റ്സാണ് നമുക്ക് എക്സാമിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതെന്നുള്ളത് ഈ ഒരു ക്ലാസ്സിലൂടെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. പൊതുഭരണം അഥവാ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളത് നമുക്ക് ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. പൊതുഭരണം എന്നാൽ ഗവൺമെൻറ് ഭരണത്തെ സംബന്ധിക്കുന്നതാണ്. പൊതുഭരണം എന്നാൽ ഗവൺമെൻറ് ഭരണത്തെ സംബന്ധിക്കുന്നതാണ് എന്ന് പറഞ്ഞ വ്യക്തി ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ N. ഗ്ലാഡൻ ആണ്. അപ്പോൾ നമുക്ക് എക്സാമിന് മേ ബി ചോദിക്കാം, പൊതുഭരണം എന്നാൽ ഗവൺമെൻറ് ഭരണത്തെ സംബന്ധിക്കുന്നതാണ് എന്ന് പറഞ്ഞാരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് AN. ഗ്ലാഡൻ പറഞ്ഞതാണ്. ഓക്കെ, രാജ്യത്ത് നിലവിലുള്ള നിയമങ്ങളും ഗവൺമെൻറ്റിൻ്റെ നയപരിപാടികളും വികസന പദ്ധതികളും നടപ്പാക്കുന്നതിന് ഭൗതിക സാഹചര്യങ്ങളും മനുഷ്യവിഭവവും ഫലപ്രദമായി വിനിയോഗിക്കുന്നതിന് പൊതുഭരണമെന്ന് പറയുന്നു. രാജ്യത്ത് നിലവിലുള്ള നിയമങ്ങളും ഗവൺമെൻറ്റിൻ്റെ നയപരിപാടികളും വികസന പദ്ധതികളും നടപ്പാക്കുന്നതിന് ഭൗതിക സാഹചര്യങ്ങളും മനുഷ്യവിഭവവും ഫലപ്രദമായി വിനിയോഗിക്കുന്നതിനെ പൊതുഭരണം എന്ന് പറയുന്നു. അപ്പോൾ പൊതുഭരണം എന്താണെന്ന് നമ്മൾ പഠിച്ചു. ഗവൺമെൻറ് സ്ഥാപനങ്ങളെല്ലാം പൊതുഭരണ സംവിധാനത്തിൻ്റെ ഭാഗമാണ്. ജനക്ഷേമം മുൻനിർത്തിയാണ് അവ പ്രവർത്തിക്കുന്നത്. എന്താണ് പൊതുഭരണം എന്ന് പറയുന്നത്? രാജ്യത്ത് നിലവിലുള്ള നിയമങ്ങളും ഗവൺമെൻറ്റിൻ്റെ നയപരിപാടികളും വികസന പദ്ധതികളും നടപ്പാക്കുന്നതിന് ഭൗതിക സാഹചര്യങ്ങളും മനുഷ്യവിഭവങ്ങളും ഫലപ്രദമായി വിനിയോഗിക്കുന്നതിനെ പൊതുഭരണം എന്ന് പറയുന്നു. ഗവൺമെൻറ് സ്ഥാപനങ്ങളെല്ലാം പൊതുഭരണ സംവിധാനത്തിൻ്റെ ഭാഗമാണ്. ജനക്ഷേമം മുൻനിർത്തിയാണ് അവയെല്ലാം പ്രവർത്തിക്കുന്നത്. ഗവൺമെൻറ്റുകൾക്ക് നിലനിൽക്കാനും പ്രവർത്തിക്കാനും ഭരണ സംവിധാനം ആവശ്യമാണ്. രാഷ്ട്രം നിലവിൽ വന്നപ്പോൾ മുതൽ പൊതുഭരണത്തിൻ്റെ ചരിത്രവും ആരംഭിക്കുന്നു. ഭരണരീതിക്കനുസരിച്ച് പൊതുഭരണത്തിലും വ്യത്യാസങ്ങൾ കാണാം. രാജഭരണകാലത്ത് രാജാവിൻ്റെ താൽപ്പര്യങ്ങളായിരുന്നു പൊതുഭരണത്തിൻ്റെ അടിസ്ഥാനം. എന്നാൽ ജനാധിപത്യ വ്യവസ്ഥയിൽ ജനങ്ങളുടെ താൽപ്പര്യങ്ങൾക്കാണ് പ്രധാനം. അതായത് രാജഭരണകാലത്ത് രാജാവിൻ്റെ താൽപ്പര്യങ്ങളായിരുന്നു പൊതുഭരണത്തിൻ്റെ അടിസ്ഥാനം. എന്നാൽ ജനാധിപത്യ വ്യവസ്ഥയിൽ ജനങ്ങളുടെ താൽപ്പര്യങ്ങളാണ് പ്രധാനം. ജനാധിപത്യ ഭരണം കൂടുതൽ ഫലപ്രദവും കാര്യക്ഷമവുമായത് പൊതുഭരണ സംവിധാനത്തിലൂടെയാണ്. ജനാധിപത്യ ഭരണം കൂടുതൽ ഫലപ്രദവും കാര്യക്ഷമവുമായത് പൊതുഭരണ സംവിധാനത്തിലൂടെയാണ്. ഇനി എന്താണ് പൊതുഭരണത്തിൻ്റെ പ്രാധാന്യം എന്നാണ് നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അതിനു വേണ്ടിയിട്ട് നൽകിയിരിക്കുന്ന വാർത്താ തലക്കെട്ടുകൾ നിരീക്ഷിക്കൂ. മുകളിൽ വാർത്താ തലക്കെട്ടുകൾ തന്നിട്ടുണ്ട്, നമുക്കതൊന്ന് ജസ്റ്റ് നോക്കാം. ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവർക്ക് സൗജന്യ റേഷൻ, സ്കൂൾ കുട്ടികൾക്ക് സൗജന്യ പാഠപുസ്തകം, 2020 എല്ലാവർക്കും പാർപ്പിടം. അപ്പോൾ ഈ ന്യൂസുകളിലൊക്കെ തന്നിരിക്കുന്നത് എന്താണ്? ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഗവൺമെൻറ് സ്ഥാപനങ്ങളിലൂടെ ലഭിക്കുന്ന ചില സേവനങ്ങളെ കുറിച്ചിട്ടാണ് ആ തലക്കെട്ടുകളിൽ ഉള്ളത്, അല്ലേ? ജനങ്ങളുടെ വിവിധ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനും ജനക്ഷേമം ഉറപ്പാക്കാനുമാണ് പൊതുഭരണത്തിലൂടെ ഗവൺമെൻറ്റുകൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം. ജനങ്ങളുടെ വിവിധ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനും ജനക്ഷേമം ഉറപ്പാക്കാനുമാണ് പൊതുഭരണത്തിലൂടെ ഗവൺമെൻറ്റുകൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പൊതുഭരണത്തിൻ്റെ പ്രാധാന്യം താഴെ കൊടുത്തിരിക്കുന്ന പദസൂര്യനിൽ നിന്നും നമുക്ക് കാണാൻ സാധിക്കും. പൊതുഭരണത്തിൻ്റെ പ്രാധാന്യം എന്ന് പറയുന്നത് താഴെ കൊടുത്തിരിക്കുന്ന പദസൂര്യനിൽ നിന്നും നമുക്ക് കാണാനായിട്ട് സാധിക്കും. ജനക്ഷേമം ഉറപ്പാക്കുന്നു, ജനകീയ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നു, സാധനങ്ങളും സേവനങ്ങളും ലഭ്യമാക്കുന്നു, ഗവൺമെൻറ് നയങ്ങൾ രൂപപ്പെടുത്തുന്നു. അപ്പോൾ പൊതുഭരണത്തിൻ്റെ പ്രാധാന്യം എന്തൊക്കെയാണ്? ഓരോ പോയിൻറ്റ്സും പഠിക്കണം. ജനക്ഷേമം ഉറപ്പാക്കുന്നു, ജനകീയ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നു, സാധനങ്ങളും സേവനങ്ങളും ലഭ്യമാക്കുന്നു, ഗവൺമെൻറ് നയങ്ങൾ രൂപപ്പെടുത്തുന്നു. എല്ലാവരുടെയും താൽപ്പര്യ സംരക്ഷണമാണ് പൊതുഭരണത്തിലൂടെ ഗാന്ധിജി ലക്ഷ്യമിട്ടത്. ഗാന്ധിജി പൊതുഭരണത്തിലൂടെ ലക്ഷ്യമിട്ടത് എന്താണ്? എല്ലാവരുടെയും താൽപ്പര്യ സംരക്ഷണമാണ് പൊതുഭരണത്തിലൂടെ ഗാന്ധിജി ലക്ഷ്യമിട്ടത്.
നിങ്ങൾ എന്തെങ്കിലും നടപ്പാക്കുന്നതിനു മുൻപ് നിങ്ങൾ കണ്ട പാവപ്പെട്ടവനും നിസ്സഹായനുമായ ഒരുവൻ്റെ മുഖം ഓർക്കുക. ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് ആ പാവപ്പെട്ടവന് എങ്ങനെ സഹായകമാവുമെന്ന് സ്വയം ചോദിക്കുക. ഇതാരുടെ വാക്കുകളാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മഹാത്മാഗാന്ധിയുടെ വാക്കുകളാണ്. ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം. നിങ്ങൾ എന്തെങ്കിലും നടപ്പാക്കുന്നതിന് മുമ്പ് നിങ്ങൾ കണ്ട പാവപ്പെട്ടവനും നിസ്സഹായനുമായ ഒരുവൻ്റെ മുഖം ഓർക്കുക. ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് ആ പാവപ്പെട്ടവന് എങ്ങനെ സഹായകമാകുന്നുവെന്ന് സ്വയം ചോദിക്കുക. മഹാത്മാഗാന്ധിയുടെ വാക്കുകളാണ്. എന്നാൽ കൂടുതൽ പരിഗണനയും പരിരക്ഷയും വേണ്ടവർ നമ്മുടെ സമൂഹത്തിലുണ്ട്. പൊതുഭരണം അവരെ പ്രത്യേകമായി പരിഗണിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യണമെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ഗാന്ധിജിയുടെ ഗ്രാമസ്വരാജ് എന്ന ആശയം ഇന്ത്യയിലെ പൊതുഭരണ കാഴ്ചപ്പാടിനെ വളരെയധികം സ്വാധീനിക്കുകയുണ്ടായി. ഇതിൻ്റെ പരിണതഫലമായാണ് പ്രാദേശിക ഭരണ സ്ഥാപനങ്ങൾക്ക് രൂപം നൽകിയത്. അപ്പോൾ പ്രാദേശിക ഭരണ സ്ഥാപനങ്ങൾക്ക് രൂപം നൽകിയത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗാന്ധിജിയുടെ ഗ്രാമസ്വരാജ് എന്ന ആശയം ഇന്ത്യയിലെ പൊതുഭരണ കാഴ്ചപ്പാടിനെ വളരെയധികം സ്വാധീനിക്കുകയുണ്ടായി. ഗ്രാമസ്വരാജ് എന്ന ആശയം ഇന്ത്യയിലെ പൊതുഭരണ കാഴ്ചപ്പാടിനെ വളരെയധികം സ്വാധീനിക്കുകയുണ്ടായി. ഇതിൻ്റെ പരിണതഫലമായാണ് പ്രാദേശിക ഭരണ സ്ഥാപനങ്ങൾക്ക് രൂപം നൽകിയത്. നെക്സ്റ്റ്, ഉദ്യോഗസ്ഥ വൃന്ദം, ബ്യൂറോക്രസി. ഗവൺമെൻറ്റിനെ ഭരണനിർവഹണത്തിൽ സഹായിക്കുന്നതിനും നടപ്പിലാക്കുന്നതിനുമായി ഒരു ഉദ്യോഗസ്ഥ സമൂഹത്തിന് രൂപം നൽകിയിരിക്കുന്നു. പ്രാദേശിക തലം മുതൽ കേന്ദ്ര തലം വരെ വ്യാപിച്ചു കിടക്കുന്ന ഒരു പൊതുഭരണ സംവിധാനത്തിനും രൂപം നൽകിയിട്ടുണ്ട്. ഈ സ്ഥാപനങ്ങളുടെ ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് ധാരാളം ഉദ്യോഗസ്ഥരെ നിയമിച്ചിട്ടുണ്ട്. പൊതുഭരണ ശൃംഖലയെ ചലനാത്മകമാക്കുന്നത് ഉദ്യോഗസ്ഥരാണ്. ഗവൺമെൻറ്റിൻ്റെ എല്ലാ സേവനങ്ങളും ജനങ്ങളിലേക്ക് എത്തുന്നത് ഇവരിലൂടെയാണ്. അപ്പോൾ എന്തൊക്കെയാണ് പറഞ്ഞത്? ഉദ്യോഗസ്ഥ വൃന്ദം അഥവാ ബ്യൂറോക്രസിനെ കുറിച്ചിട്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഗവൺമെൻറ്റിൻ്റെ ഭരണനിർവഹണത്തിൽ അവയെ സഹായിക്കുന്നതിനും നടപ്പിലാക്കുന്നതിനും വേണ്ടിയിട്ട് ഒരു ഉദ്യോഗസ്ഥ സമൂഹത്തിന് നമുക്ക് രൂപം നൽകിയിട്ടുണ്ട്. പ്രാദേശിക തലം മുതൽ കേന്ദ്രതലം വരെ വ്യാപിച്ചു കിടക്കുന്ന ഒരു പൊതുഭരണ സംവിധാനത്തിനും രൂപം നൽകിയിട്ടുണ്ട്. ഈ സ്ഥാപനങ്ങളുടെ ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് ധാരാളം ഉദ്യോഗസ്ഥരെ നിയമിച്ചിട്ടുണ്ട്. പൊതുഭരണ ശൃംഖലയെ ചലനാത്മകമാക്കുന്നത് ഉദ്യോഗസ്ഥരാണ്. ഗവൺമെൻറ്റിൻ്റെ എല്ലാ സേവനങ്ങളും ജനങ്ങളിലേക്ക് എത്തുന്നത് ഇവരിലൂടെയാണ്. രാജ്യത്തിൻ്റെ ഭരണകാര്യങ്ങൾ നിർവഹിക്കുകയും പൊതുഭരണത്തിന് കീഴിൽ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഉദ്യോഗസ്ഥരെ ഉദ്യോഗസ്ഥ വൃന്ദം എന്ന് പറയുന്നു. അപ്പോൾ ഉദ്യോഗസ്ഥ വൃന്ദം അഥവാ ബ്യൂറോക്രസി എന്ന് പറയുന്നതിൻ്റെ ഡെഫിനേഷനാണ് രാജ്യത്തിൻ്റെ ഭരണകാര്യങ്ങൾ നിർവഹിക്കുന്നതിനും പൊതുഭരണത്തിന് കീഴിൽ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഉദ്യോഗസ്ഥരെ ഉദ്യോഗസ്ഥ വൃന്ദം എന്ന് പറയുന്നു. രാജ്യത്തിൻ്റെ ഭരണകാര്യങ്ങൾ നിർവഹിക്കുകയും പൊതുഭരണത്തിന് കീഴിൽ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഉദ്യോഗസ്ഥരെയാണ് ഉദ്യോഗസ്ഥ വൃന്ദം എന്ന് പറയുന്നത്. രാജ്യത്തിൻ്റെ ഭൗതിക വിഭവങ്ങളും മനുഷ്യ വിഭവശേഷിയും പരമാവധി പ്രയോജനപ്പെടുത്തുമ്പോഴാണ് രാഷ്ട്രം പുരോഗമിക്കുന്നത്. ഇവയെ ശാസ്ത്രീയമായി വിനിയോഗിക്കുന്നതിനുള്ള പദ്ധതികൾ തയ്യാറാക്കുകയും നടപ്പിലാക്കുകയും ചെയ്യുന്നത് ഉദ്യോഗസ്ഥ വൃന്ദമാണ്. അതായത് രാജ്യത്തിൻ്റെ ഭൗതിക വിഭവങ്ങളും മനുഷ്യ വിഭവശേഷിയും പരമാവധി പ്രയോജനപ്പെടുത്തുമ്പോഴാണ് രാഷ്ട്രം പുരോഗമിക്കുന്നത്. ഇവയെ ശാസ്ത്രീയമായി വിനിയോഗിക്കുന്നതിനുള്ള പദ്ധതികൾ തയ്യാറാക്കുകയും നടപ്പിലാക്കുകയും ചെയ്യുന്നത് ഈ ഉദ്യോഗസ്ഥ വൃന്ദമാണ്. ഇനി ഉദ്യോഗസ്ഥ വൃന്ദത്തിന് ചില പൊതുവായ സവിശേഷതകളുണ്ട്. ഇനി അവയെക്കുറിച്ചിട്ടാണ് നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഉദ്യോഗസ്ഥ വൃന്ദത്തിൻ്റെ സവിശേഷതകൾ എന്തൊക്കെയാണ്? 1. ശ്രേണീപരമായ സംഘാടനം. ഏറ്റവും ഉയർന്ന തലത്തിൽ ഒരു ഉദ്യോഗസ്ഥനും താഴെ തലങ്ങളിലേക്ക് വരുന്തോറും കൂടുതൽ ഉദ്യോഗസ്ഥരും ഉൾക്കൊള്ളുന്ന രീതിയാണിത്. ഇത് ശ്രേണീപരമായ സംഘാടനം എന്നാണ് അറിയപ്പെടുന്നത്. അതായത് ശ്രേണീപരമായ സംഘാടനം എന്ന് പറഞ്ഞാൽ എന്താണ്? ഏറ്റവും ഉയർന്ന തലത്തിൽ ഒരു ഉദ്യോഗസ്ഥനും താഴെ തലങ്ങളിലേക്ക് വരുന്തോറും കൂടുതൽ ഉദ്യോഗസ്ഥരും ഉൾക്കൊള്ളുന്ന രീതിയാണിത്. ഇത് ശ്രേണീപരമായ സംഘാടനം എന്നാണ് അറിയപ്പെടുന്നത്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് സ്ഥിരതയാണ്. ഉദ്യോഗസ്ഥനായി നിയമിക്കപ്പെടുന്നവർക്ക് നിശ്ചിത പ്രായം വരെ സേവന കാലാവധി ഉണ്ടായിരിക്കും. നെക്സ്റ്റ്, യോഗ്യത അടിസ്ഥാനമാക്കി നിയമനം. വിദ്യാഭ്യാസ യോഗ്യത അടിസ്ഥാനമാക്കിയാണ് ഉദ്യോഗസ്ഥരെ തിരഞ്ഞെടുക്കുന്നതും നിയമിക്കുകയും ചെയ്യുന്നത്. അടുത്തത് രാഷ്ട്രീയ നിഷ്പക്ഷത. ഏതു രാഷ്ട്രീയ കക്ഷി അധികാരത്തിൽ വന്നാലും നയങ്ങൾ നടപ്പിലാക്കാൻ ഉദ്യോഗസ്ഥർ ബാധ്യസ്ഥരാണ്. കക്ഷി രാഷ്ട്രീയ താൽപ്പര്യങ്ങൾ അവരുടെ പ്രവർത്തനങ്ങളിൽ പ്രതിഫലിക്കാൻ പാടുള്ളതല്ല. അതായത് അവർ നിഷ്പക്ഷമായി പ്രവർത്തിക്കണം. അടുത്തത് വൈദഗ്ധ്യം. ഓരോ ഗവൺമെൻറ് ഉദ്യോഗസ്ഥനും തങ്ങൾ നിർവഹിക്കേണ്ടുന്ന തൊഴിലിൽ വൈദഗ്ധ്യമുള്ളവരായിരിക്കും.
അപ്പോൾ ഒന്നും കൂടി നമുക്കിത് റിപ്പീറ്റ് ചെയ്യാം. ഉദ്യോഗസ്ഥ വൃന്ദത്തിൻ്റെ സവിശേഷതകൾ എന്തൊക്കെയാണ്? ഒന്ന്, ശ്രേണീപരമായ സംഘാടനം. അതായത് ഏറ്റവും ഉയർന്ന തലത്തിൽ ഒരു ഉദ്യോഗസ്ഥനും താഴെ തലങ്ങളിലേക്ക് വരുന്തോറും കൂടുതൽ ഉദ്യോഗസ്ഥരും ഉൾക്കൊള്ളുന്ന രീതിയാണിത്. ഇത് ശ്രേണീപരമായ സംഘാടനം എന്നാണ് അറിയപ്പെടുന്നത്. നെക്സ്റ്റ്, സ്ഥിരത. ഉദ്യോഗസ്ഥനായി നിയമിക്കപ്പെടുന്നവർക്ക് നിശ്ചിത പ്രായം വരെ സേവന കാലാവധി ഉണ്ടായിരിക്കും. അടുത്തത്, യോഗ്യത അടിസ്ഥാനമാക്കി നിയമനം. വിദ്യാഭ്യാസ യോഗ്യത അടിസ്ഥാനമാക്കിയാണ് ഉദ്യോഗസ്ഥരെ തിരഞ്ഞെടുക്കുകയും നിയമിക്കുകയും ചെയ്യുന്നത്. അടുത്തത്, രാഷ്ട്രീയ നിഷ്പക്ഷത. ഏതു രാഷ്ട്രീയ കക്ഷി അധികാരത്തിൽ വന്നാലും നയങ്ങൾ നടപ്പാക്കാൻ ഉദ്യോഗസ്ഥർ ബാധ്യസ്ഥരാണ്. കക്ഷി രാഷ്ട്രീയ താൽപ്പര്യങ്ങൾ അവരുടെ പ്രവർത്തനങ്ങളിൽ പ്രതിഫലിക്കാൻ പാടില്ല. അതായത് അവർ നിഷ്പക്ഷമായി പ്രവർത്തിക്കണം. അടുത്തത്, വൈദഗ്ധ്യം. ഓരോ ഗവൺമെൻറ് ഉദ്യോഗസ്ഥനും തങ്ങൾ നിർവഹിക്കേണ്ടുന്ന തൊഴിലിൽ വൈദഗ്ധ്യമുള്ളവരായിരിക്കും. ഉദ്യോഗസ്ഥ വൃന്ദത്തിൻ്റെ ഈ സവിശേഷതകളാണ് ഭരണം സുഗമവും കാര്യക്ഷമവുമാക്കുന്നത്. എല്ലാ ജനാധിപത്യ രാജ്യങ്ങളിലും ഉദ്യോഗസ്ഥ വൃന്ദത്തിന് ഈ സവിശേഷതകൾ ഉണ്ടായിരിക്കും. ഇനി അടുത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഉദ്യോഗസ്ഥ വൃന്ദം ഇന്ത്യയിൽ എങ്ങനെയാണ് ഉദ്യോഗസ്ഥ വൃന്ദം നമുക്കുള്ളത് നോക്കാം. ഗവൺമെൻറ് സർവീസിലേക്കുള്ള നിയമനത്തിന് വേണ്ടി കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ പുറപ്പെടുവിച്ച വിജ്ഞാപനം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? വിവിധ സർക്കാർ വകുപ്പിലേക്ക് ഉദ്യോഗസ്ഥരെ തിരഞ്ഞെടുക്കുന്നതിനുള്ള പ്രാരംഭ നടപടിയാണിത്. തുടർന്ന് മത്സര പരീക്ഷയുടെയോ അഭിമുഖത്തിൻ്റെയോ അടിസ്ഥാനത്തിൽ ഏറ്റവും യോഗ്യരായവരെ തിരഞ്ഞെടുത്ത് വിവിധ ഗവൺമെൻറ് ഓഫീസുകളിൽ നിയമിക്കുന്നു. ഇത്തരത്തിൽ നിയമിക്കപ്പെടുന്നവരെല്ലാം ഇന്ത്യയിലെ സിവിൽ സർവീസിൻ്റെ ഭാഗമാണ്. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെയും കീഴിൽ പ്രവർത്തിക്കുന്ന മുഴുവൻ ഉദ്യോഗസ്ഥരും വിവിധ പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ ഉദ്യോഗസ്ഥരും ഇന്ത്യയുടെ സിവിൽ സർവീസിൻ്റെ ഭാഗമാണ്. അടുത്തത്, ഇന്ത്യൻ സിവിൽ സർവീസിനെ കുറിച്ചിട്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. 3 ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അഖിലേന്ത്യാ സർവീസ്, അതായത് ഓൾ ഇന്ത്യ സിവിൽ സർവീസ് എന്ന് പറയും. അടുത്തത് കേന്ദ്ര സർവീസ്, സെൻട്രൽ സർവീസ് എന്ന് പറയും. അടുത്തത് സംസ്ഥാന സർവീസ്, സ്റ്റേറ്റ് സർവീസ് എന്ന് പറയും. അതിൽ ഫസ്റ്റ് വണ്ണ് അഖിലേന്ത്യാ സർവീസ്, അതായത് ഓൾ ഇന്ത്യ സിവിൽ സർവീസ് എന്താണെന്ന് നമുക്ക് നോക്കാം. ദേശീയ തലത്തിൽ തിരഞ്ഞെടുക്കുന്നതാണ്. കേന്ദ്ര സർവീസിലോ സംസ്ഥാന സർവീസിലോ നിയമിക്കപ്പെടുന്നു. ഉദാഹരണമായിട്ട് IAS, ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ്, ആൻഡ് IPS, ഇന്ത്യൻ പോലീസ് സർവീസ്. സെക്കൻഡ് വൺ, കേന്ദ്ര സർവീസ് അഥവാ സെൻട്രൽ സർവീസിനെ കുറിച്ചാണ് പറയുന്നത്. ദേശീയ തലത്തിൽ തന്നെയാണ് തിരഞ്ഞെടുക്കുന്നത്. കേന്ദ്ര ഗവൺമെൻറ്റിന് മാത്രം അധികാരമുള്ള ഭരണവകുപ്പുകളിൽ നിയമിക്കപ്പെടുന്നു. എക്സാമ്പിൾ, ഇന്ത്യൻ ഫോറിൻ സർവീസ്, ഇന്ത്യൻ റെയിൽവേ സർവീസ്. തേർഡ് വൺ, സംസ്ഥാന സർവീസ്, സ്റ്റേറ്റ് സർവീസ് എന്നാണ് അറിയപ്പെടുന്നത്. ഇത് സംസ്ഥാന തലത്തിൽ തിരഞ്ഞെടുക്കുന്നതാണ്. സംസ്ഥാന ഗവൺമെൻറ്റിന് കീഴിൽ വരുന്ന വകുപ്പുകളിൽ നിയമിക്കപ്പെടുന്നു. ഉദാഹരണം, സെയിൽസ് ടാക്സ് ഓഫീസർ. കേന്ദ്ര സർവീസിലേക്കും അഖിലേന്ത്യാ സർവീസിലേക്കും ഉദ്യോഗസ്ഥരെ തിരഞ്ഞെടുക്കുന്നത് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷനാണ്, അതായത് UPSC ആണ്. കമ്മീഷൻ്റെ ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. കമ്മീഷൻ്റെ ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നത് ആരാണ്? രാഷ്ട്രപതിയാണ്. യോഗ്യതയുടെ അടിസ്ഥാനത്തിൽ ഉദ്യോഗാർത്ഥികളെ തിരഞ്ഞെടുക്കാൻ വിപുലമായ സംവിധാനങ്ങൾ UPSCക്കുണ്ട്. അപ്പോൾ ഒന്നുകൂടി ജസ്റ്റ് ഒന്ന് റിപ്പീറ്റ് ചെയ്യാം. കേന്ദ്ര സർവീസിലേക്കും അഖിലേന്ത്യാ സർവീസിലേക്കും ഉദ്യോഗസ്ഥരെ തിരഞ്ഞെടുക്കുന്നത് ആരാണ്? UPSC ആണ്. UPSCയുടെ ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. യോഗ്യതയുടെ അടിസ്ഥാനത്തിൽ ഉദ്യോഗാർത്ഥികളെ തിരഞ്ഞെടുക്കാൻ വിപുലമായ സംവിധാനങ്ങൾ UPSCക്കുണ്ട്. നെക്സ്റ്റ്, നിങ്ങൾക്കും കളക്ടറാകാനാണ് കൊടുത്തിരിക്കുന്നത്. ജില്ലയിലെ ഏറ്റവും ഉയർന്ന ഭരണാധികാരിയാണ് ജില്ലാ കളക്ടർ. IAS കേഡറിലുള്ളവരെയാണ് കളക്ടറായിട്ട് നിയമിക്കുന്നത്. ഇതിനായി UPSC നടത്തുന്ന മത്സര പരീക്ഷ സിവിൽ സർവീസ് പരീക്ഷ എന്നറിയപ്പെടുന്നു. ഏതെങ്കിലും വിഷയത്തിലുള്ള സർവകലാശാല ബിരുദമാണ് പരീക്ഷയ്ക്ക് അപേക്ഷിക്കാനുള്ള അടിസ്ഥാന യോഗ്യത. മത്സര പരീക്ഷയിലൂടെയും അഭിമുഖത്തിലൂടെയും ഉയർന്ന റാങ്ക് ലഭിക്കുന്നവർക്ക് IAS കേഡറിൽ ഉൾപ്പെടുത്തി പരിശീലനം നൽകുന്നു. ഉയർന്ന പോലീസ് മേധാവിയുടെ യോഗ്യതയായ IPS കേഡറിലുള്ളവരെ തിരഞ്ഞെടുക്കുന്നതും ഇതേ പരീക്ഷയിലൂടെയാണ്. അടുത്തത്, സംസ്ഥാന തലത്തിൽ ഉദ്യോഗസ്ഥരെ തിരഞ്ഞെടുക്കുന്നത് അതത് സംസ്ഥാനങ്ങളിലെ പബ്ലിക് സർവീസ് കമ്മീഷനാണ്, അതായത് PSC. ഗവർണറാണ് PSC ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നത്. UPSCയും PSCയും ഭരണഘടനാ
നിയമത്തെ അടിസ്ഥാനമാക്കി നിലവിൽ വന്ന സ്ഥാപനങ്ങളാണ്. അതിനാൽ ഇവയെ ഭരണഘടനാ സ്ഥാപനങ്ങൾ എന്ന് വിളിക്കാം. അതായത് UPSCയും PSCയും ഭരണഘടനാ നിയമത്തെ അടിസ്ഥാനമാക്കി നിലവിൽ വന്ന സ്ഥാപനങ്ങളാണ്. അതിനാൽ ഇവയെ ഭരണഘടനാ സ്ഥാപനങ്ങൾ എന്ന് വിളിക്കാം. ഉദ്യോഗസ്ഥ വൃന്ദത്തിൻ്റെ പ്രധാന സവിശേഷതകളിലൊന്നായ ശ്രേണീപരമായ സംഘാടനം ഭരണതലത്തിൽ തീരുമാനമെടുക്കുന്നതിൽ കാലതാമസം സൃഷ്ടിക്കാറുണ്ട്. ഇത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കാനും പൊതുജനങ്ങൾക്ക് മെച്ചപ്പെട്ട സേവനം എളുപ്പത്തിൽ ലഭിക്കാനും വേണ്ടി ചില നടപടികൾ ഗവൺമെൻറ് ആവിഷ്കരിച്ചിട്ടുണ്ട്. അവ ഏതെല്ലാമാണെന്ന് നമുക്ക് പരിശോധിക്കാം. 1. ഭരണ നവീകരണം. എന്താണ് ഭരണ നവീകരണം? ഭരണനിർവഹണത്തിൻ്റെ കാര്യക്ഷമത വർദ്ധിപ്പിക്കാനും സേവനങ്ങൾ സമയബന്ധിതമായി പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കുവാനും ഗവൺമെൻറ്റുകൾ പല നടപടികളും സ്വീകരിച്ചിട്ടുണ്ട്. ഇവ ഭരണ നവീകരണം എന്നറിയപ്പെടുന്നു. അപ്പോൾ എന്താണ് ഭരണ നവീകരണം എന്ന് പറഞ്ഞാൽ ഭരണനിർവഹണത്തിൻ്റെ കാര്യക്ഷമത വർദ്ധിപ്പിക്കാനും സേവനങ്ങൾ സമയബന്ധിതമായി പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കാനും ഗവൺമെൻറ്റുകൾ സ്വീകരിച്ചിട്ടുള്ള നടപടികളാണ് ഭരണ നവീകരണം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഭരണം കാര്യക്ഷമവും ജനസൗഹൃദപരവുമാക്കുകയാണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്. ഇതിനായി ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും ഭരണപരിഷ്കാര കമ്മീഷനുകൾ രൂപീകരിക്കാറുണ്ട്. ഭരണ നവീകരണം ലക്ഷ്യമാക്കി നമ്മുടെ രാജ്യത്ത് നടപ്പാക്കിയ ചില പരിഷ്കാരങ്ങൾ പരിചയപ്പെടാം. ഗവേണൻസ്. സുതാര്യവും ചുറുചുറുക്കുമുള്ള ഗവൺമെൻറ് പദ്ധതി. എല്ലാവരിലും സുരക്ഷിതമായും വേഗത്തിലും ഡിപ്പാർട്ട്മെൻറ് തലത്തിലുമുള്ള തടസ്സങ്ങളില്ലാതെയും എത്തുന്ന വിവരങ്ങൾ. എല്ലാ പൗരന്മാർക്കും യാതൊരു പക്ഷഭേദവുമില്ലാതെ വ്യക്തമായ സേവനം ലഭ്യമാക്കുന്ന പദ്ധതി എന്നിങ്ങനെ പറഞ്ഞത് APJ അബ്ദുൽ കലാം ആണ്. ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം. ഗവേണൻസിനെ കുറിച്ചിട്ട് APJ അബ്ദുൽ കലാം പറഞ്ഞ വാക്കുകളാണ്: സുതാര്യവും ചുറുചുറുക്കുമുള്ള ഗവൺമെൻറ് പദ്ധതി, എല്ലാവരിലും സുരക്ഷിതമായും വേഗത്തിലും ഡിപ്പാർട്ട്മെൻറ് തലത്തിലുമുള്ള തടസ്സങ്ങളില്ലാതെയും എത്തുന്ന വിവരങ്ങൾ, എല്ലാ പൗരന്മാർക്കും യാതൊരു പക്ഷഭേദവുമില്ലാതെ വ്യക്തമായ സേവനം ലഭ്യമാക്കുന്ന പദ്ധതിയാണ് ഗവേണൻസ് എന്നാണ് APJ അബ്ദുൽ കലാം പറഞ്ഞിരിക്കുന്നത്. നെക്സ്റ്റ്, ശാസ്ത്ര സാങ്കേതിക രംഗത്ത് നാം കൈവരിച്ച പുരോഗതി ഭരണരംഗത്തും പ്രയോജനപ്പെടുത്തേണ്ടതുണ്ട്. ഇലക്ട്രോണിക് സാങ്കേതിക വിദ്യയുടെ ഭരണരംഗത്തെ ഉപയോഗമാണ് ഗവേണൻസ്. ഒറ്റയടിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഗവേണൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഡെഫിനിഷനാണ് തന്നിരിക്കുന്നത്. ഇലക്ട്രോണിക് സാങ്കേതിക വിദ്യയുടെ ഭരണരംഗത്തെ ഉപയോഗമാണ് ഗവേണൻസ്. ഇത് ഗവൺമെൻറ് സേവനങ്ങൾ വേഗത്തിലും എളുപ്പത്തിലും ലഭിക്കുന്നതിന് സഹായകമായി. ഹയർ സെക്കൻഡറി പ്രവേശനത്തിനുള്ള ഏകജാലക അപേക്ഷ, വിവിധ സ്കോളർഷിപ്പുകൾക്കായുള്ള ഓൺലൈൻ അപേക്ഷ തുടങ്ങിയവ ഗവേണൻസിന് ഉദാഹരണങ്ങളാണ്. ഗവേണൻസ് കൊണ്ട് പൊതുജനങ്ങൾക്ക് എന്തെല്ലാം നേട്ടങ്ങളാണുള്ളതെന്ന് നമുക്ക് പരിശോധിക്കാം. 1. വിവരസാങ്കേതിക വിദ്യയുടെ സഹായത്താൽ സേവനം നേടാം. 2. സേവനത്തിനായി സർക്കാർ ഓഫീസിൽ കാത്തു നിൽക്കേണ്ടതില്ല. 3. സർക്കാർ സേവനം കുറഞ്ഞ ചെലവിലും വേഗത്തിലും ലഭിക്കുന്നു. 4. ഓഫീസുകളുടെ കാര്യക്ഷമതയും സേവനത്തിൻ്റെ ഗുണമേന്മയും വർദ്ധിക്കുന്നു. അപ്പോൾ ഗവേണൻസ് കൊണ്ട് പൊതുജനങ്ങൾക്ക് എന്തെല്ലാം നേട്ടങ്ങളാണുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 4 പോയിൻറ്റ്സ് തന്നിട്ടുണ്ട്. വിവരസാങ്കേതിക വിദ്യയുടെ സഹായത്താൽ സേവനം നേടാം. സേവനത്തിനായി സർക്കാർ ഓഫീസിൽ കാത്തു നിൽക്കേണ്ടതില്ല. സർക്കാർ സേവനം കുറഞ്ഞ ചെലവിലും വേഗത്തിലും ലഭിക്കുന്നു. ഓഫീസുകളുടെ കാര്യക്ഷമതയും സേവനത്തിൻ്റെ ഗുണമേന്മയും വർദ്ധിക്കുന്നു. ഇനി എന്താണ് അക്ഷയ കേന്ദ്രം എന്ന് തന്നിട്ടുണ്ട്. ഗവേണൻസിലൂടെ ഗവൺമെൻറ് നൽകുന്ന സേവനങ്ങൾ ജനങ്ങൾക്ക് പ്രയോജനപ്പെടുത്തുന്നതിനായി രൂപം നൽകിയിട്ടുള്ള സംരംഭമാണ് അക്ഷയ കേന്ദ്രം. എന്താണ്? ഗവേണൻസിലൂടെ ഗവൺമെൻറ് നൽകുന്ന സേവനങ്ങൾ ജനങ്ങൾക്ക് പ്രയോജനപ്പെടുത്തുന്നതിനായി രൂപം നൽകിയിട്ടുള്ള സംരംഭമാണ് അക്ഷയ കേന്ദ്രം. ജനങ്ങളെ സാക്ഷരരാക്കുക എന്നതും അക്ഷയ കേന്ദ്രത്തിൻ്റെ ലക്ഷ്യമാണ്. ജനങ്ങളെ സാക്ഷരരാക്കുക എന്നതും അക്ഷയ കേന്ദ്രത്തിൻ്റെ ലക്ഷ്യമാണ്. ഇൻ്റർനെറ്റ്, ഇലക്ട്രോണിക് സാങ്കേതിക വിദ്യയുടെ പ്രാഥമിക അറിവാണ് സാക്ഷരത. സാക്ഷരത എന്ന് വെച്ചാൽ എന്താണ്? ഇൻ്റർനെറ്റ്, ഇലക്ട്രോണിക് സാങ്കേതിക വിദ്യയുടെ പ്രാഥമിക അറിവാണ് സാക്ഷരത. ഇന്ന് ഗവൺമെൻറ് ഓഫീസുകളിൽ സൗകര്യങ്ങൾ ലഭ്യമാണ്. കേരളത്തിൽ ഇതെല്ലാവർക്കും പ്രാപ്യമാകാനുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ അക്ഷയ കേന്ദ്രങ്ങളിലൂടെ ഉറപ്പുവരുത്തുന്നു. സാക്ഷരത വ്യാപകമാകുന്നതോടെ ഗവേണൻസ് വഴിയുള്ള സേവനങ്ങൾ വീട്ടിൽ നിന്നു തന്നെ എല്ലാവർക്കും നേടാം. സാക്ഷരത വ്യാപകമാകുന്നതോടെ ഗവേണൻസ് വഴിയുള്ള സേവനങ്ങൾ വീട്ടിൽ നിന്നു തന്നെ എല്ലാവർക്കും നേടാം.
ഇനി റൈറ്റ് ടു ഇൻഫർമേഷൻ, അറിയാനുള്ള അവകാശത്തിനെ കുറിച്ചിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. വിവരാവകാശ നിയമം 2005 വന്നതെന്ന് ഓർക്കുക. വിവരാവകാശ നിയമം 2005. അപ്പോൾ തന്നിരിക്കുന്നത് വിവരാവകാശ അപേക്ഷയ്ക്ക് ലഭിച്ച മറുപടിയാണ് മുകളിൽ കൊടുത്തിരിക്കുന്നത്. ഏതൊരു സർക്കാർ സ്ഥാപനത്തിൽ നിന്നും അവയുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് വിവരങ്ങൾ ആരായാം. ഏതൊരു സർക്കാർ സ്ഥാപനത്തിൽ നിന്നും അവയുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് വിവരങ്ങൾ ആരായാം. ഇതിനുള്ള അവസരം ഒരുക്കിയത് 2005 വിവരാവകാശ നിയമമാണ്. 2005 വിവരാവകാശ നിയമമാണ് ഇതിനുള്ള ഒരു അവസരം നൽകിയത്. നെക്സ്റ്റ്, രാജസ്ഥാനിലെ മസ്ദൂർ കിസാൻ ശക്തി സംഘാതൻ എന്ന സംഘടന നടത്തിയ പ്രവർത്തനങ്ങളാണ് വിവരാവകാശ നിയമനിർമ്മാണത്തിലേക്ക് നയിച്ചത്. അപ്പോൾ ക്വസ്റ്റ്യൻ ഇങ്ങനെ വരാം, ഏത് സംഘടനയുടെ പ്രവർത്തനങ്ങളാണ് വിവരാവകാശ നിയമനിർമ്മാണത്തിലേക്ക് നയിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രാജസ്ഥാനിലെ മസ്ദൂർ കിസാൻ ശക്തി സംഘാതൻ എന്ന സംഘടന നടത്തിയ പ്രവർത്തനങ്ങളാണ് വിവരാവകാശ നിയമനിർമ്മാണത്തിലേക്ക് നയിച്ചത്. രാജസ്ഥാനിലെ മസ്ദൂർ കിസാൻ ശക്തി സംഘാതൻ എന്ന സംഘടന. ഇത് രാജ്യത്തെ പൗരന്മാർക്കെല്ലാം വിവരങ്ങൾ അറിയാനുള്ള അവകാശം ഉറപ്പുവരുത്തുന്നു. നെക്സ്റ്റ്, അഴിമതി നിയന്ത്രിക്കുന്നതിനും ഉദ്യോഗസ്ഥർക്കിടയിൽ ഉത്തരവാദിത്വ ബോധമുണ്ടാക്കുന്നതിനും ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങൾ സുതാര്യമാക്കുന്നതിനും ഈ നിയമം ലക്ഷ്യമിടുന്നു. കൂടാതെ പൊതുസ്ഥാപനങ്ങളുടെ കൈവശമുള്ള വിവരങ്ങൾ ആവശ്യപ്പെടുന്ന പക്ഷം പൗരന്മാർക്ക് ലഭ്യമാക്കാനും ഈ നിയമത്തിലൂടെ കഴിയുന്നു. പൊതുസ്ഥാപനങ്ങളുടെ കൈവശമുള്ള വിവരങ്ങൾ ആവശ്യപ്പെടുന്ന പക്ഷം പൗരന്മാർക്ക് ലഭ്യമാക്കാനും ഈ നിയമത്തിലൂടെ കഴിയുന്നു. ഇനി നെക്സ്റ്റ്, വിവരാവകാശ കമ്മീഷൻ, ഇൻഫർമേഷൻ കമ്മീഷനെ കുറിച്ചിട്ടാണ് കൊടുത്തിരിക്കുന്നത്. വിവരാവകാശ നിയമപ്രകാരമുള്ള അധികാരങ്ങൾ പ്രയോഗിക്കാനും ചുമതലകൾ നിർവഹിക്കാനും സംസ്ഥാന തലത്തിലും കേന്ദ്ര തലത്തിലും വിവരാവകാശ കമ്മീഷന് രൂപം നൽകിയിട്ടുണ്ട്. എന്താണ് വിവരാവകാശ കമ്മീഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിവരാവകാശ നിയമപ്രകാരമുള്ള അധികാരങ്ങൾ പ്രയോഗിക്കാനും ചുമതലകൾ നിർവഹിക്കാനും സംസ്ഥാന തലത്തിലും കേന്ദ്ര തലത്തിലും വിവരാവകാശ കമ്മീഷന് രൂപം നൽകിയിട്ടുണ്ട്. മുഖ്യ വിവരാവകാശ കമ്മീഷണറും 10 കവിയാത്ത അംഗങ്ങളും വിവരാവകാശ കമ്മീഷനിലുണ്ടാകും. അപ്പോൾ എത്ര പേരാണുള്ളത്? മുഖ്യ വിവരാവകാശ കമ്മീഷണറും 10 കവിയാത്ത അംഗങ്ങളും വിവരാവകാശ കമ്മീഷനിൽ ഉണ്ടാകും. നാം ആവശ്യപ്പെട്ട വിവരങ്ങൾക്ക് കൃത്യസമയത്തിനകം മറുപടി തരാതിരിക്കുകയോ നിരസിക്കുകയോ അപൂർണമായതോ തെറ്റായതോ തൃപ്തികരമല്ലാത്തതോ ആയ മറുപടി തരികയോ ആണെങ്കിൽ വിവരാവകാശ കമ്മീഷന് അപ്പീൽ നൽകാവുന്നതാണ്. ഇത് കമ്മീഷന് ബോധ്യപ്പെട്ടാൽ വിവരങ്ങൾ നൽകുന്നതുവരെ ഓരോ ദിവസവും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥനുമേൽ 250 രൂപ വീതം പിഴശിക്ഷ ചുമത്താൻ കമ്മീഷന് അധികാരമുണ്ട്. അതായത് നാം ആവശ്യപ്പെട്ട വിവരങ്ങൾക്ക് കൃത്യസമയത്തിനകം മറുപടി തരാതിരിക്കുകയോ അത് നിരസിക്കുകയോ അപൂർണമായതോ തെറ്റായതോ തൃപ്തികരമല്ലാത്തതോ ആയിട്ടുള്ള മറുപടി തരികയൊക്കെ ചെയ്യുകയാണെങ്കിൽ വിവരാവകാശ കമ്മീഷന് നമുക്ക് അപ്പീൽ നൽകാവുന്നതാണ്. ഇത് കമ്മീഷന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ വിവരങ്ങൾ നൽകുന്നത് വരെ ഓരോ ദിവസവും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന് 250 രൂപ വീതം പിഴശിക്ഷ അദ്ദേഹത്തിന് മേൽ ചുമത്താനായിട്ട് ഈ കമ്മീഷന് അധികാരമുണ്ട്. ഇനി എന്തൊക്കെയാണ് വിവരങ്ങൾ? വിവരാവകാശ കമ്മീഷനിൽ നിന്നും കിട്ടുന്ന വിവരങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഗവൺമെൻറ് ഓഫീസുമായി ബന്ധപ്പെട്ട ഫയലുകൾ, രേഖകൾ, പ്രമാണങ്ങൾ, സർക്കുലർ, മെമ്മോകൾ, ഉപദേശങ്ങൾ, ഉത്തരവുകൾ, കരാറുകൾ, സ്ഥിതിവിവരക്കണക്കുകൾ, റിപ്പോർട്ടുകൾ, ലോഗ് ബുക്ക്, പത്രക്കുറിപ്പ്, സാമ്പിളുകൾ, മാതൃകകൾ, ഇലക്ട്രോണിക് രൂപത്തിൽ കൈവശം വെച്ചിരിക്കുന്ന വിവരങ്ങൾ, ഇമെയിൽ, പൊതു അധികാരികൾക്ക് ലഭ്യമാവുന്ന സ്വകാര്യ സ്ഥാപനത്തെ സംബന്ധിച്ച വിവരങ്ങൾ തുടങ്ങിയവ പൊതുവിവരത്തിൽ പെടും. ഈ വിവരങ്ങൾ അറിയാനുള്ള അവകാശം എന്നത് സർക്കാർ സ്ഥാപനങ്ങൾ, സർക്കാർ ധനസഹായം നൽകുന്ന സ്ഥാപനങ്ങൾ എന്നിവയുടെ നിയന്ത്രണത്തിലുള്ള വിവരങ്ങൾ പരിശോധിക്കുന്നതിനും പകർപ്പ് ആവശ്യപ്പെടുന്നതിനുമാണ്. എന്നാൽ രാജ്യസുരക്ഷയെയും അഖണ്ഡതയെയും ബാധിക്കുന്ന വിവരങ്ങൾ, കോടതി പരിഗണനയിലുള്ളവ, വ്യക്തികളുടെ ജീവനും സുരക്ഷയ്ക്കും ഭീഷണിയാകുന്നവ തുടങ്ങിയവ വിവരങ്ങൾ വെളിപ്പെടുത്തേണ്ടതില്ല. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇവിടെ ഒന്ന് നോട്ട് ചെയ്യേണ്ടതുണ്ട്, ഏതൊക്കെ വിവരങ്ങളാണ് വിവരാവകാശ കമ്മീഷനിൽ നിന്ന് ലഭിക്കാത്തത് എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. രാജ്യസുരക്ഷയെയും അഖണ്ഡതയെയും ബാധിക്കുന്ന വിവരങ്ങൾ, കോടതി പരിഗണനയിലുള്ളവ, വ്യക്തികളുടെ ജീവനും സുരക്ഷയ്ക്കും ഭീഷണിയാകുന്നവ തുടങ്ങിയ വിവരങ്ങൾ വെളിപ്പെടുത്തേണ്ടതില്ല. നെക്സ്റ്റ്, സേവനം അവകാശം. സർക്കാർ ഓഫീസുകളിൽ പ്രദർശിപ്പിച്ചു കാണുന്ന ബോർഡാണ് തന്നിരിക്കുന്നത്. സേവനാവകാശ നിയമം. പരീക്ഷാ ഭവനിൽ പൊതുജനങ്ങൾക്ക് ലഭ്യമാകുന്ന സേവനങ്ങളെ കുറിച്ചിട്ടാണ് ഇവിടെ തന്നിരിക്കുന്നത്. വിവിധ പരീക്ഷകളുടെ നടത്തിപ്പ്, 10ാം ക്ലാസ്
പഠനം പൂർത്തിയാക്കിയ കുട്ടികളുടെ ജനന തീയതി തിരുത്തൽ. അതിൻ്റെ ടൈം കൊടുത്തിട്ടുണ്ട് ബ്രാക്കറ്റിൽ 6 മാസം. SSLC ഉൾപ്പെടെയുള്ള സർട്ടിഫിക്കറ്റുകളുടെ ഡ്യൂപ്ലിക്കേറ്റ്, ട്രിപ്ലിക്കേറ്റ് വിതരണം, മാർക്ക് ലിസ്റ്റിൻ്റെ പകർപ്പ് നൽകൽ, യഥാസമയം കൈപ്പറ്റാത്ത സർട്ടിഫിക്കറ്റുകളുടെ തിരിച്ചു നൽകൽ, യോഗ്യത, തുല്യത, ആധികാരികത പരിശോധന, സാക്ഷ്യപത്രങ്ങളുടെ വിതരണം, പരീക്ഷാ ഭവനിൽ നിന്നും വിതരണം ചെയ്ത സർട്ടിഫിക്കറ്റുകളുടെ തെറ്റുതിരുത്തൽ, വിദ്യാർത്ഥികളുടെ പ്രാദേശിക ഭാഷാ പഠനം മാറ്റം, 3ാം ഭാഷയിലെ മാറ്റവും, ഉത്തരക്കടലാസുകളുടെ സൂക്ഷ്മ പരിശോധനയും പുനർമൂല്യനിർണ്ണയവും, ഫോട്ടോ കോപ്പി നൽകൽ, SSLC പരീക്ഷയിൽ പുനർമൂല്യനിർണ്ണയത്തിലൂടെ ഉയർന്ന ഗ്രേഡിന് അർഹരായവരുടെ പുനർമൂല്യനിർണ്ണയ ഫീസ് തിരിച്ചു നൽകൽ, ഗ്രേസ് മാർക്ക് ഉൾപ്പെടുത്തി കാർഡ് നൽകൽ, ഗ്രൂപ്പ് ഡിപ്ലോമ സർട്ടിഫിക്കറ്റിൻ്റെ വിതരണം, വിദ്യാർത്ഥികളുടെ SSLC സ്കോർ വിവരം സ്ഥാപന മേധാവികൾക്ക് നൽകൽ. ഇതൊക്കെയാണ് ഇവിടെ സേവനാവകാശവുമായി ബന്ധപ്പെട്ട പരീക്ഷാഭവനിൽ പൊതുജനങ്ങൾക്ക് ലഭ്യമാകുന്ന സേവനങ്ങളിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ സേവനം അവകാശം എന്ന് പറയുന്ന ആ ഒരു പോർഷൻ നമുക്ക് വായിക്കാം. എന്തൊക്കെ സേവനങ്ങളാണ് ഒരു സർക്കാർ ഓഫീസിൽ നിന്ന് ലഭിക്കുക? എന്തൊക്കെ സേവനങ്ങളാണ് ഒരു സർക്കാർ ഓഫീസിൽ നിന്ന് ലഭിക്കുക? അതായത് എന്തൊക്കെ സേവനങ്ങളാണ് ഒരു സർക്കാർ ഓഫീസിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത് എന്നത് ഈ ഒരു കാര്യത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. സർക്കാർ സേവനങ്ങൾ കൃത്യമായും ഉറപ്പായും ജനങ്ങൾക്ക് ലഭ്യമാക്കാൻ അവസരമൊരുക്കുന്ന നിയമമാണ് സേവനാവകാശ നിയമം. സർക്കാർ സേവനങ്ങൾ കൃത്യമായും ഉറപ്പായും ജനങ്ങൾക്ക് ലഭ്യമാക്കാൻ അവസരമൊരുക്കുന്ന നിയമമാണ് സേവനാവകാശ നിയമം. ഓരോ സർക്കാർ ഓഫീസും നൽകുന്ന സേവനങ്ങൾ എത്ര കാലപരിധിക്കുള്ളിൽ നൽകണമെന്ന് ഈ നിയമം അനുശാസിക്കുന്നു. ഓരോ സർക്കാർ ഓഫീസും നൽകുന്ന സേവനങ്ങൾ എത്ര കാലപരിധിക്കുള്ളിൽ നൽകണമെന്ന് ഈ നിയമം അനുശാസിക്കുന്നു. അർഹതപ്പെട്ട സേവനം നിശ്ചിത കാലത്തിനകം പൗരന് നൽകിയില്ലെങ്കിൽ ഉത്തരവാദപ്പെട്ട ഉദ്യോഗസ്ഥർ പിഴ ഒടുക്കണമെന്ന വ്യവസ്ഥയും ഈ നിയമത്തിലുണ്ട്. സേവനാവകാശ നിയമപ്രകാരം എല്ലാ ഓഫീസുകളിലും അപേക്ഷകർക്ക് മാർഗനിർദ്ദേശം നൽകുന്നതിനും സഹായിക്കുന്നതിനുമായി ഒരു ഉദ്യോഗസ്ഥനെ നിയമിച്ചിട്ടുണ്ടാകും. പൊതുസമൂഹത്തിൻ്റെ നിരന്തരമായ ഇടപെടലും ആവശ്യവും പരിഗണിച്ച് പൊതുഭരണം കാര്യക്ഷമമാക്കുന്നതിന് മറ്റു നടപടികളും സർക്കാർ കൈക്കൊണ്ടിട്ടുണ്ട്. അവയിൽ ചിലത് പരിശോധിക്കാം. ലോക്പാലും ലോകായുക്തയും. ഭരണതലത്തിലും ഉദ്യോഗസ്ഥ തലത്തിലും രാഷ്ട്രീയ തലത്തിലുമുള്ള അഴിമതി തടയുന്നതിന് രൂപം നൽകിയിരിക്കുന്ന സ്ഥാപനങ്ങളാണ് ലോക്പാലും ലോകായുക്തയും. ഭരണതലത്തിലും ഉദ്യോഗസ്ഥ തലത്തിലും രാഷ്ട്രീയ തലത്തിലുമുള്ള അഴിമതി തടയുന്നതിന് എന്തിനു വേണ്ടിയിട്ടാണ്? അഴിമതി തടയുന്നതിന് രൂപം നൽകിയിരിക്കുന്ന സ്ഥാപനങ്ങളാണ് ലോക്പാലും ലോകായുക്തയും. ദേശീയ തലത്തിൽ അഴിമതി തടയുന്നതിനായി രൂപം നൽകിയ സ്ഥാപനമാണ് ലോക്പാൽ. പൊതുപ്രവർത്തകർക്കെതിരെയും ഉദ്യോഗസ്ഥർക്കെതിരെയും ഉന്നയിക്കപ്പെടുന്ന അഴിമതികളിൽ കേസെടുത്ത് അന്വേഷിക്കാനും നടപടികൾ നിർദ്ദേശിക്കാനും ലോക്പാലിന് അധികാരമുണ്ട്. സംസ്ഥാന തലത്തിൽ അഴിമതി കേസുകൾ പരിശോധിക്കുന്നതിന് രൂപം നൽകിയ സ്ഥാപനമാണ് ലോകായുക്ത. എന്താണ്? സംസ്ഥാന തലത്തിൽ അഴിമതി കേസുകൾ പരിശോധിക്കുന്നതിന് രൂപം നൽകിയ സ്ഥാപനമാണ് ലോകായുക്ത. കോടതി നടപടികളുടെ രീതിയാണ് ഇവയ്ക്കുള്ളത്. നെക്സ്റ്റ്, സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ. അഴിമതി തടയുന്നതിന് ദേശീയ തലത്തിൽ രൂപം നൽകിയ സ്ഥാപനമാണ് സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ. 1964 ഇത് നിലവിൽ വരുന്നത്. എന്നാണ് നിലവിൽ വരുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ 1964 സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ നിലവിൽ വന്നത്. കേന്ദ്ര ഗവൺമെൻറ് ഓഫീസുകളുമായി ബന്ധപ്പെട്ട് അഴിമതി തടയുന്നതിന് വേണ്ടിയാണ് ഇതിന് രൂപം നൽകിയിട്ടുള്ളത്. സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ്റെ തലപ്പത്ത് ഒരു വിജിലൻസ് കമ്മീഷണർ ഉണ്ടാകും. അതുപോലെ എല്ലാ വകുപ്പുകളിലും മുഖ്യ വിജിലൻസ് ഓഫീസറും പ്രവർത്തിച്ചു വരുന്നു. വിജിലൻസ് കേസുകളിൽ അന്വേഷണം നടത്തി ആവശ്യമായ നടപടികൾ കൈക്കൊള്ളുകയാണ് കമ്മീഷൻ്റെ ചുമതല. സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ മാതൃകയിൽ എല്ലാ സംസ്ഥാനങ്ങളിലും സംസ്ഥാന വിജിലൻസ് കമ്മീഷൻ രൂപീകരിച്ചിട്ടുണ്ട്. സംസ്ഥാന ഗവൺമെൻറ് ഓഫീസുകളിലെ അഴിമതിയെക്കുറിച്ച് അന്വേഷിക്കുകയാണ് സംസ്ഥാന വിജിലൻസ് കമ്മീഷൻ്റെ ചുമതല. സംസ്ഥാന വിജിലൻസ് കമ്മീഷൻ്റെ ചുമതല എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സംസ്ഥാന ഗവൺമെൻറ് ഓഫീസുകളിലെ അഴിമതിയെക്കുറിച്ച് അന്വേഷിക്കുകയാണ് അവരുടെ ചുമതല. വിജിലൻസ് കേസുകളിൽ തീർപ്പ് കൽപ്പിക്കുന്നത് വിജിലൻസ് കോടതികളും നിലവിലുണ്ട്. വിജിലൻസ് കേസുകളിൽ തീർപ്പ് കൽപ്പിക്കുന്നതിന് വിജിലൻസ് കോടതികളും നിലവിലുണ്ട്. ഇനി നെക്സ്റ്റ് ഓംബുഡ്സ്മാനെ കുറിച്ചിട്ടാണ് പറയാനുള്ളത്. ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും പൊതുഭരണത്തിൻ്റെ ഭാഗമാണെന്ന് നമ്മൾ കണ്ടു അല്ലേ? അവർ അഴിമതിയോ സ്വജനപക്ഷപാതമോ ധനദുർവിനിയോഗമോ ചുമതലകളിൽ വീഴ്ചയോ വരുത്തിയാൽ അതിനെതിരെ പരാതി നൽകാം. അതിനുള്ള മറ്റൊരു സംവിധാനമാണ് ഓംബുഡ്സ്മാൻ. സർവീസിൽ നിന്ന് വിരമിച്ച ഹൈക്കോടതി ജഡ്ജിയെയാണ് ഓംബുഡ്സ്മാനായിട്ട് നിയമിക്കുന്നത്.
സർവീസിൽ നിന്നും വിരമിച്ച ഹൈക്കോടതി ജഡ്ജിയെയാണ് ഓംബുഡ്സ്മാനായിട്ട് നിയമിക്കുന്നത്. ജനങ്ങൾക്ക് നേരിട്ട് പരാതിയുമായി ഓംബുഡ്സ്മാനെ സമീപിക്കാം. പരാതി ലഭിച്ചാൽ ആരെയും വിളിച്ചു വരുത്തി അന്വേഷണം നടത്താനും നടപടി ശുപാർശ ചെയ്യാനും അദ്ദേഹത്തിന് അധികാരമുണ്ട്. ബാങ്കിംഗ് രംഗത്ത് ഇടപാടുകാരുടെ പരാതി കേൾക്കാനും പരിഹരിക്കാനുമായാണ് ഓംബുഡ്സ്മാൻ ആരംഭിച്ചത്. ബാങ്കിംഗ് രംഗത്ത് ഇടപാടുകാരുടെ പരാതി കേൾക്കാനും പരിഹരിക്കാനുമായാണ് ഓംബുഡ്സ്മാൻ ആരംഭിച്ചത്. സേവനങ്ങൾ വൈകി നൽകുന്നതും സേവനം ലഭിക്കാനുള്ള ഒരാളുടെ അവകാശം നിഷേധിക്കുന്നതും സേവനത്തെ ഔദാര്യമാക്കുന്നതും ആധുനിക സമൂഹത്തിൽ അഴിമതിയായാണ് കണക്കാക്കുന്നത്. സർക്കാർ സേവനം ആരുടെയും ഔദാര്യമല്ലെന്നും പൊതുജനങ്ങളുടെ അവകാശമാണെന്നുമുള്ള കാഴ്ചപ്പാട് ഇന്ന് നമ്മുടെ പൊതുഭരണ സംവിധാനം നടപ്പാക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ 10ാം ക്ലാസ് SCRTയിലെ ചാപ്റ്റർ 3 ആണ് ഡിസ്കസ് ചെയ്തത്. പൊതുഭരണം എന്ന് പറയുന്ന ആ ചാപ്റ്ററാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. ഇനി നെക്സ്റ്റ് ചാപ്റ്റേഴ്സുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.